ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ കുറിച്ചുള്ളതാണ്. കൂട്ടുപലിശ യുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു നിശ്ചിത തുകയ്ക്ക് 8% നിരക്കിൽ 2 വർഷത്തേക്കുള്ള സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 128 ആയാൽ നിശ്ചിത തുക എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, ഒരു നിശ്ചിത തുകയ്ക്ക് 8% നിരക്കിൽ 2 വർഷത്തേക്കുള്ള സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 128 ആയാൽ നിശ്ചിത തുക എത്ര. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ആറ് തന്നിട്ടുണ്ട്, എത്രയാണ്? 8% ആണ്. എൻ അല്ലെങ്കിൽ വർഷം നമുക്ക് തന്നിരിക്കുന്നത് 2 ഇയേഴ്സ് ആണ്, 2 വർഷമാണ് തന്നിരിക്കുന്നത്. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 128 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിശ്ചിത തുക കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എളുപ്പ വഴിയിലൂടെ എന്ത് ചെയ്യാം, ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എമൗണ്ട് കാണാനുള്ള ഒരു സൂത്രവാക്യമാണിത്. ഡി ഇൻറ്റു 100/r ഇൻറ്റു 100/r. ഓക്കെ, 100/r ഇതാണ് എന്ത് ഫോർമുല. എന്ത് കാണാനുള്ള? എമൗണ്ട് കാണാനുള്ള ഫോർമുല. എത്ര വർഷത്തേക്കാണ്? ഇത് 2 വർഷത്തേക്ക് തന്നാൽ മാത്രമേ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ 2 വർഷത്തേക്കുള്ള നിശ്ചിത തുക കാണാനാണിത്. ഇത് കൂട്ടുപലിശയിൽ മാത്രമേ നടക്കുള്ളൂ കേട്ടോ. ഇനി ഇവിടെ ഡിഫറൻസ് തന്നിരിക്കുന്നത് 128 ആണ്. ഇനി 100/6 എത്ര തന്നിരിക്കുന്നത്? 8 ആണ്. അതേപോലെ തന്നെ ഒന്നും കൂടെ എഴുതാം, 100/8. ഓക്കെ, സോ നമുക്ക് നോക്കാം. 8 128 എത്ര പ്രാവശ്യം പോകും? 16 പ്രാവശ്യമാണ് പോകുന്നത്. സോ ഈ 8 ഇതിൽ 2 പ്രാവശ്യം പോകും അല്ലേ? സോ നമുക്ക് ബാക്കി കിട്ടുന്നത് 2 × 100 × 100. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 2 എഴുതാം. പിന്നെ ബാക്കി 4 പൂജ്യമാണ്. അതോടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ്, നമ്മുടെ എമൗണ്ട് നിശ്ചിത തുക എത്രയാണെന്നത് നമുക്ക് കിട്ടും.